അന്താരാഷ്ട്ര നിയമം ലംഘിക്കുന്നതിനെ ഇന്ത്യ എതിർത്തില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ച BBC ലേഖകന് കണക്കിന് കൊടുത്ത് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. യുക്രൈന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്ത് റഷ്യയെ അതിക്രമിച്ചു കയറിയതിനെ ഇത് സംബന്ധിച്ച് ഐക്യരാഷ്ട്രസഭയിൽ പ്രമേയം വന്നപ്പോൾ ഇന്ത്യ എന്തുകൊണ്ട് റഷ്യയെ എതിർത്തില്ല എന്നതായിരുന്നു ലേഖകൻ ചോദിച്ച ചോദ്യം. എന്നാൽ ഇതിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞത്, മോദി തുടക്കം മുതലേ തന്നെ ഈ കാലഘട്ടത്തിന് ചേരുന്നതല്ല യുദ്ധമെന്ന് റഷ്യയോടും പുടിനോടും അതുപോലെ യുക്രൈനോടും സെലൻസ്കിയോടും പറഞ്ഞ ഒരാളാണ് എന്നതായിരുന്നു ഇതിന് ഹർദീപ് സിംഗ് പുരി നൽകിയ മറുപടി. എന്നാൽ അതിനുശേഷവും ലേഖകൻ വിടാതെ തന്നെ ചോദ്യങ്ങൾ ഉന്നയിച്ചു. അടുത്ത ചോദ്യം അന്താരാഷ്ട്ര നിയമം ലംഘിക്കുമ്പോൾ ഇന്ത്യ എതിർക്കാതിരുന്നതിനെ കുറിച്ചാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ആ ചോദ്യം ഇങ്ങനെയാണ്: താങ്കൾ അന്താരാഷ്ട്ര നിയമത്തിൽ വിശ്വസിക്കുന്ന ഒരാളല്ലേ? ഈ ചോദ്യം കേട്ടതും ഹർദീപ് സിംഗ് പുരി ആകട്ടെ നൽകിയ മറുപടി ലേഖകന്റെ കിളി പാറിക്കുന്നതായിരുന്നു, അല്ലെങ്കിൽ നല്ല വായടപ്പിക്കുന്ന തരത്തിലായിരുന്നു മറുപടി നൽകിയത്. ഞാൻ അന്താരാഷ്ട്ര നിയമത്തിൽ, അതായത് ഇന്റർനാഷണൽ ലോ, അതിൽ വിശ്വസിക്കുന്ന ആൾ മാത്രമല്ല, അത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളും കൂടിയാണ്. അതേപോലെ തന്നെ യൂസ് ഓഫ് ഫോഴ്സ് എന്ന പേരിൽ ഒരു പുസ്തകം തന്നെ ഞാൻ അന്താരാഷ്ട്ര നിയമത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ സമ്മതം വാങ്ങാതെ തന്നെ സൈനിക ആക്രമണം നടത്തുന്നതിനെ കുറിച്ചാണ് ഈ പുസ്തകം പ്രതിപാദിക്കുന്നതെന്നും, പക്ഷേ പാശ്ചാത്യ യൂറോപ്പ് അന്താരാഷ്ട്ര നിയമത്തെക്കുറിച്ച് പറയാനോ അല്ലെങ്കിൽ അതിന് കഴിയാത്ത ഒരു സ്ഥിതിയായിരുന്നു. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഈ ഒരു മറുപടിയാകട്ടെ കൊള്ളേൻ്റെ അടുത്ത് അല്ലെങ്കിൽ കുത്തേൻ്റെ അടുത്ത് കുത്തിക്കൊണ്ടുള്ള ഒരു മറുപടി തന്നെയായിരുന്നു BBC ലേഖകന് നൽകിയിരിക്കുന്നത്. റഷ്യ യുക്രൈനെ ആക്രമിച്ച ആദ്യ ദിവസം തന്നെ ഞങ്ങളുടെ പ്രധാനമന്ത്രി ഈ യുദ്ധത്തെ അപലപിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്ത് വന്നിരുന്നു. ഇത് യുദ്ധത്തിനുള്ള സമയമല്ല, സമാധാനത്തിനുള്ള സമയമാണ് എന്നതായിരുന്നു വ്ളാഡിമിർ പുടിനോട് മോദി പറഞ്ഞ കാര്യം. ഈ ഒരു കാഴ്ചപ്പാടാണ് ഇന്ത്യ അധ്യക്ഷ പദവി വഹിച്ച G20 സ്വീകരിച്ചതെന്നും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം യുക്രൈന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്ത് റഷ്യയെ അതിക്രമിച്ചു കയറിയെന്നും ഇത് സംബന്ധിച്ചുകൊണ്ട് ഐക്യരാഷ്ട്രസഭയിൽ പ്രമേയം വന്നപ്പോൾ ഇന്ത്യ എന്തുകൊണ്ട് റഷ്യയെ എതിർത്തില്ല എന്ന ചോദ്യത്തിന് പണ്ട് നയതന്ത്ര ഉദ്യോഗസ്ഥനായി ജോലി ചെയ്തിരുന്ന, ഇപ്പോൾ കേന്ദ്ര പെട്രോളിയം മന്ത്രിയും കൂടിയായ ഹർദീപ് സിംഗ് പുരി മറുപടി പറഞ്ഞത് വളരെയധികം ഈ ലേഖകനെ അസ്വസ്ഥനാക്കുന്നതും ഒക്കെ തന്നെ അതിലൂടെ കാണാൻ സാധിക്കുന്നു. മാത്രമല്ല, യൂറോപ്പ് വിചാരിക്കുന്നത് പോലെയല്ല ഇന്ത്യയുടെ കാര്യങ്ങളൊന്നും തന്നെ. ഇന്ത്യ വളരെ സൂക്ഷ്മമായ ഒരു നിലയിലാണ് ഇപ്പോഴുള്ളതെന്നും അദ്ദേഹം ഇവിടെ മറുപടി നൽകുകയും ചെയ്തു. അതോടെ ആകട്ടെ BBC ലേഖകൻ വളരെയധികം അസ്വസ്ഥനാകുന്നത് ഇതിലൂടെ കാണാൻ സാധിക്കുന്നു. കാരണം അയാൾക്ക് വേണ്ടതെന്നും, അതായത് വേണ്ട രീതിയിലുള്ള മറുപടി ഒന്നും തന്നെ ഹർദീപ് സിംഗ് പുരിയിൽ നിന്നും കിട്ടിയില്ല എന്നതാണ് ഇയാളെ അസ്വസ്ഥനാക്കുന്ന മറ്റൊരു കാര്യം. അതുപോലെ US സ്റ്റേറ്റ് സെക്രട്ടറി ആദ്യമായി കൂടിക്കാഴ്ച നടത്തിയത് ഇന്ത്യയിലെ വിദേശകാര്യ മന്ത്രിയുമായാണ് എന്ന കാര്യം മറക്കരുതെന്നും, ഇന്ത്യയിൽ ഈ വർഷം ക്വാഡ് സമ്മേളനം നടക്കാൻ പോവുകയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഇക്കാര്യം ചർച്ച ചെയ്തതാണ്. അതുപോലെ യൂറോപ്യൻ യൂണിയനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യത്തെക്കുറിച്ചാണ് നിങ്ങളുടെ ആശങ്ക എന്നല്ലേ എന്നതാണ് പറയുന്നത്. ഓഗസ്റ്റ് 26-ാം തീയതി നടന്ന അഭിമുഖത്തിലായിരുന്നു ഇത്തരം ഒരു സംഭാഷണം നടന്നിരിക്കുന്നത്. അന്ന് BBC ലേഖകൻ ചോദിച്ച ഒരു ചോദ്യം മറ്റൊന്നാണ്: US ഇന്ത്യക്കാരെ അമിതമായി തന്നെ വ്യാപാര തീരുവ ഏർപ്പെടുത്തിയതിനാൽ ഇന്ത്യ അതിന് US തിരിച്ചടി നൽകുമോ എന്നതാണ്. ഇതിന് ഹർദീപ് സിംഗ് പുരി പറഞ്ഞ ഒരു ഉത്തരം, ഒരു നയതന്ത്രജ്ഞൻ എന്ന നിലയ്ക്ക് തനിക്ക് ഊഹാപോഹങ്ങൾ നിറഞ്ഞ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഇഷ്ടമല്ല എന്നതായിരുന്നു. അതുപോലെ ഇന്ത്യ ഇപ്പോൾ $4 ലക്ഷം കോടി കരുത്തുറ്റ ഒരു സമ്പന്ന ഘടനയാണ്. അതുപോലെ ഇന്ത്യ അവരുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. ഉയർന്ന വ്യാപാര തീരുവ ഏർപ്പെടുത്തിയതിനാൽ തന്നെ US ഇന്ത്യ തിരിച്ചടി നൽകുമോ എന്ന ചോദ്യത്തിനും ഉത്തരം പറയാൻ ഊർജ്ജ മന്ത്രി എന്ന നിലയ്ക്ക് ഞാൻ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളല്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. പക്ഷേ റഷ്യയുടെ കയ്യിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങുകയും അതിന് കാരണം ഇന്ത്യ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ജനങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് ഇന്ധനം നൽകുക എന്നത് ഒരു പ്രതിബദ്ധതയാണ്. അത് കുറഞ്ഞ വിലയ്ക്ക് സുസ്ഥിരവുമായി തന്നെ നൽകേണ്ടിയിരിക്കുക എന്നതും ഇന്ത്യയുടെ ഉത്തരവാദിത്തപരമാണ്. അതിൽ നിന്നും പിന്നോട്ട് പോകാൻ ഇന്ത്യക്ക് ഒരിക്കലും കഴിയില്ല. ഇത്രയും ആയതോടുകൂടി തന്നെ BBC ലേഖകനാകട്ടെ വിയർക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.